NSSുമായി ആത്മബന്ധം ആര് വിചാരിച്ചാലും ബന്ധം മുറിച്ചുമാറ്റാൻ കഴിയില്ല. ചെന്നിത്തല. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അത് ഉയർത്തിപ്പിടിക്കാൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കഴിയുന്നുണ്ടെന്നും NSSുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാനാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നത്തിന്റെ കയ്യിലുള്ള വടിയുടെ അദൃശ്യമായ ഒന്ന് സുകുമാരൻ നായരുടെ കയ്യിലുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. NSSനെതിരെ വരുന്ന ഓരോ അടിയും തടുക്കാനുള്ളതാണ് ആ വടി. രാഷ്ട്രീയ രംഗത്ത് ഇടപെടേണ്ട സമയത്തെല്ലാം NSS ഇടപെട്ടിട്ടുണ്ട്. ആവശ്യമായ ഘട്ടങ്ങളിൽ സുകുമാരൻ നായർ ഇടപെടുന്നത് ആശാവഹമാണ്. അതിൽ നിന്ന് തന്നെ പോലുള്ളവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോളേജ് പഠനകാലം മുതലാണ് NSSുമായി താൻ ബന്ധപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. SSLCക്ക് തനിക്ക് ഫസ്റ്റ് ക്ലാസ്സിന് 5 മാർക്ക് കുറവായിരുന്നു. അന്ന് വീടിനടുത്തുള്ള കോളേജിൽ ഉപരിപഠനത്തിന് അപേക്ഷ നൽകി. റാങ്ക് ലിസ്റ്റിൽ താൻ 5ാമനായിരുന്നു. ഈ സമയത്ത് താൻ KSU പ്രവർത്തകനായിരുന്നു. ഈ കോളേജിൽ താൻ പഠിച്ചാൽ അവിടുത്തെ അന്തരീക്ഷം തകർക്കുമെന്ന് ആരോ ഊമക്കത്തയച്ചു. തനിക്ക് കോളേജിൽ പ്രവേശനം നിഷേധിച്ചു. മറ്റൊരിടത്തും അപേക്ഷ കൊടുത്തിരുന്നില്ല. ഒടുവിൽ അച്ഛൻ എന്നെയും കൂട്ടി NSS കോളേജിലെത്തി. അവിടെ പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകാനുള്ള സമയം കഴിഞ്ഞിരുന്നു. എന്നിട്ടും അവർ അപേക്ഷ വാങ്ങി പ്രവേശനം തന്നു. തന്നെ സഹായിച്ചതും തനിക്ക് അഭയം തന്നതും NSS ആയിരുന്നു. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ല. അവിടെ നിന്നാണ് തൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യുകയെന്നത് തൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമായ കാര്യമാണ്. രാജീവ് ഗാന്ധി മുതൽ K കരുണാകരൻ വരെയുള്ള ഉജ്ജ്വലങ്ങളായ നേതൃത്വം ഉദ്ഘാടനം ചെയ്ത വേദിയിൽ തനിക്ക് ഒരവസരം കിട്ടിയതിൽ NSSനോടും ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. NSS എന്ന മഹാപ്രസ്ഥാനത്തെ കരുത്തോടെ നയിക്കുന്ന നിലപാടുകളിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് സുകുമാരൻ നായരെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ഏർപ്പെടുത്തിയത്. രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനാണെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്.